അപ്പോൾ കേരളത്തിലെ കായിക മേഖലയിലെ പ്രതിഭകളെ സംബന്ധിച്ച് കഠിനാധ്വാനത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് കായിക വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. അവർക്ക് വലിയ പ്രചോദനമാകുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തുക, ഇതുവരെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പാരിതോഷികങ്ങളിൽ ഏറ്റവും ഉയർന്ന തുക കഴിഞ്ഞ ദിവസം കോമൺവെൽത്ത് ഗെയിംസിനും ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അഭിമാനമായി മാറിയ കായിക താരങ്ങൾക്ക് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ കായിക താരങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളാരും പൊതുവിൽ പറയപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ കേരളത്തിൽ കായിക രംഗത്ത് മത്സരിക്കുന്ന അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രതിഭകൾ അംഗീകരിക്കപ്പെടുമോ എന്നുള്ള ആശങ്കപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യമില്ല. നിങ്ങളെ ഈ സർക്കാർ ഇടനെഞ്ചോട് ചേർത്ത് പിടിക്കും എന്ന് തന്നെയാണ് ഈ പാരിതോഷികങ്ങളുടെ പ്രഖ്യാപനത്തിലൂടെ ഉറക്കെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ കായിക മേഖലയെ നമ്മൾ കൈപിടിച്ചുയർത്തും. നമ്മളായിരുന്നു ഈ രാജ്യത്തെ ഏറ്റവും നമ്പർ 1. കേരളത്തിൻ്റെ സ്പോർട്സ് ആയിരുന്നു ഏറ്റവും നമ്പർ 1. അത് പിന്നീട് പല ഘട്ടങ്ങളിൽ പല കാലങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ട് താഴോട്ട് പോയി. അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. എന്തു തന്നെയായാലും 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അന്ന് ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന കായിക താരങ്ങളുടെ പട്ടികയിൽ അതിൽ കേരളത്തിൻ്റെ താരങ്ങളുടെ എണ്ണമായിരിക്കും കൂടുതൽ. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ആ സ്വപ്നങ്ങളിലേക്ക് വേണം നിങ്ങളും നടന്നെടുക്കാൻ എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ട്. ഇനി സ്കൂൾ ലീഗുകൾ സംഘടിപ്പിക്കും, കോളേജ് ലീഗുകളിലെ വോളിബോളിന്റെ മത്സരങ്ങൾ നമ്മൾ തുടങ്ങുന്നു. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ ഗെയിംസുകളിൽ നമ്മൾ കോളേജ് ലീഗുകൾ വീണ്ടും സംഘടിപ്പിക്കുകയും മത്സരാർത്ഥികളെ കൊണ്ടുവരികയും ഏറ്റവും മികച്ച താരങ്ങളെ അവരെ ചാനൽ ചെയ്ത് അതിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നിടത്തോളം, പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നിടത്തോളം സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തു നിന്ന് കൃത്യമായ പ്രോത്സാഹനം ഉണ്ടാകും, വളരെ കൃത്യമായ ഇടപെടലുണ്ടാകും. കായിക താരങ്ങളെ ഈ സംസ്ഥാനത്തിന്റെ അഭിമാന താരങ്ങളായി മാറ്റിയെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്തെ കായിക വകുപ്പ് കൂടെ ഉണ്ടാകും.